ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക് മുൻ സർക്കാർ അഭിഭാഷകൻ PG മനു മരിച്ച നിലയിൽ കൊല്ലം ആനന്ദവല്ലീശ്വരത്തെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സുജിത് സുരേന്ദ്രൻ ചേരുകയാണ് കൊല്ലത്ത് നിന്ന്. സുജിത്ത്, മുൻ സർക്കാർ അഭിഭാഷകൻ PG മനു മരിച്ച നിലയിൽ കാണപ്പെട്ടു. മറ്റു വാർത്തകളിലൊക്കെ ഉണ്ടായിരുന്നു. എന്താണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ക്രിസ്റ്റിന, അല്പസമയം മുമ്പാണ് PG മനുവിനെ, മുൻ ഗവൺമെന്റ് സീനിയർ പ്ലീഡറായിട്ടുള്ള PG മനുവിനെ കൊല്ലം ആനന്ദവല്ലീശ്വരത്തുള്ള വാടക വീട്ടിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ഇപ്പോൾ പോലീസ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. മുകേഷ് MLA ഓഫീസിനോട് ചേർന്നുള്ള ഒരു വീടാണ്. അവിടെ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. പിറവം സ്വദേശിയാണെന്നാണ് അറിയുന്നത്. അദ്ദേഹം മറ്റു ചില കേസുകളുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ വാടകയ്ക്ക് വീടെടുത്ത് താമസിച്ചിരുന്നത്. വന്ദനാദേസ് കേസിൽ ഉൾപ്പെടെ അഡ്വക്കേറ്റ് BA ആളൂരിൻ്റെ ജൂനിയറായി ജോലി ചെയ്ത് വരികയായിരുന്നു എന്നും അറിയുന്നുണ്ട്. എന്തായാലും അല്പസമയം മുമ്പാണ് ഇത് അറിയുന്നത്. ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ്, കഴിഞ്ഞ വർഷം ഇദ്ദേഹത്തിനെതിരെ നിയമസഹായം തേടിയെത്തിയ ഒരു യുവതിയെ പീഡിപ്പിച്ചു എന്ന കാട്ടി അവരുടെ പരാതിയിൽ ചോറ്റാനിക്കര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് AG ഇദ്ദേഹത്തിൽ നിന്നും രാജി എഴുതി വാങ്ങുകയും ചെയ്തിരുന്നു. ഹൈക്കോടതിയിൽ ഇദ്ദേഹം ജാമ്യാപേക്ഷ സമർപ്പിച്ചെങ്കിലും ജാമ്യം ലഭിച്ചിരുന്നില്ല. അങ്ങനെ സുപ്രീം കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. അതിനുശേഷം ഇപ്പോൾ അടുത്തിടയ്ക്ക് മറ്റൊരു പീഡന കേസുകൾ കൂടി ഇദ്ദേഹം പ്രതിയായി എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ പല കേസുകൾ വന്നതിൽ കുറേ നാളുകളായി ഇദ്ദേഹം വലിയ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാകാം ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. ക്രിസ്റ്റീന, സുജിത, ഈ അതിജീവിതയെ ഉപദ്രവിച്ചു അല്ലെങ്കിൽ പീഡിപ്പിച്ചു എന്ന കേസായിരുന്നു. സുജിത്ത് പറഞ്ഞതുപോലെ അതിനുശേഷം വാർത്തകളിൽ നിറഞ്ഞു നിന്ന വ്യക്തിയാണ്. പിന്നീട് കടുത്ത മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ ഈ മരണവുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടെന്ന സ്ഥിരീകരണമുണ്ടോ? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ക്രിസ്റ്റീന, ഈ കേസിന് പിന്നാലെ മറ്റൊരു കേസ് കൂടി ഇദ്ദേഹത്തിനെതിരെ വന്നു എന്നാണ് അറിയുന്നത്. മറ്റൊരു യുവതിയും ഇദ്ദേഹത്തിനെതിരെ ഈ സമാനമായ രീതിയിൽ ഒരു പീഡന ശ്രമം നടന്നതായി കാട്ടി പരാതി ഉണ്ടായി എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ രണ്ട് കേസുകൾ തുടർച്ചയായി ഉണ്ടായി. ഈ രണ്ട് കേസുകളിൽ ഇയാൾ വലിയ രീതിയിലുള്ള ഇദ്ദേഹം മാനസിക പ്രയാസം അനുഭവിച്ചിരുന്നതായി ഒപ്പമുണ്ടായിരുന്ന അഭിഭാഷകൻ, അതായത് വന്ദന കേസിൽ ഇപ്പോൾ BA ആളൂരിൻ്റെ ഒപ്പം ഇദ്ദേഹം പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പലതവണ BA ആളൂരിനോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമ്മൾ ആളൂരുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കേസുകൾ തുടർച്ചയായി ഈ കേസുകൾ വന്നതിൽ ഒരു മാനസിക പ്രയാസത്തിലായിരുന്നു എന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പം ഇത്തരത്തിലുള്ള മാനസിക പ്രയാസങ്ങൾ കൊണ്ടാകാം ആത്മഹത്യ ചെയ്തത് എന്നാണ് കരുതപ്പെടുന്നത്. ഇപ്പോൾ സുജിത, ഒരു കാര്യം കൂടെ, ഇനി ഉള്ള നടപടികൾ എന്തൊക്കെയാണ്? കാരണം ഇതുമായി ബന്ധപ്പെട്ട മരണകാരണം അടക്കമുള്ള കൂടുതൽ വിശദാംശങ്ങൾ അറിയേണ്ടത് പോസ്റ്റ്മോർട്ടത്തിലൊക്കെയാണല്ലോ. അപ്പോൾ ഇൻക്വസ്റ്റ്, പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ എങ്ങനെയായിരിക്കും? അതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞോ? തീർച്ചയായും ക്രിസ്റ്റീന, ഇപ്പോൾ പോലീസൊക്കെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സൂയിസൈഡ് നോട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ മൃതദേഹം കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കും. അതിനുശേഷമാകും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. ശരി. മുൻ സർക്കാർ അഭിഭാഷകൻ PG മനു മരിച്ച നിലയിൽ ആനന്ദവല്ലീശ്വരത്തെ വാടക വീട്ടിലാണ് മൃതദേഹം കാണപ്പെട്ടത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സുജിത് സുരേന്ദ്രൻ കൊല്ലത്ത് നിന്ന്.